ഹലോ ഗൈസ്, ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു സായാഹ്നത്തിൽ നമ്മൾ NTPC റോഡ് വന്നിരിക്കുകയാണ് ചുമ്മാ ഒന്ന് ചില്ലടിക്കാൻ വേണ്ടി. ആൻഡ് ഇതൊരു കിഡ്ലൻ വീഡിയോ എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഒരു വണ്ടിയുടെ ഇട്ടിരുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്ന വണ്ടി ഭയങ്കര ഞാൻ അന്ന് കണ്ട് ഭയങ്കരമായിട്ട് അമ്പരന്ന് പോയ വണ്ടിയാണ്. ഇത്രയധികം ഫീച്ചേഴ്സ് ആ കാലത്തെ ഒരു വണ്ടിയിൽ ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോകുന്ന ഒരു കിഡ്ലൻ വണ്ടിയാണ്. വണ്ടി അതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് NTPC റോഡിലാണ്. ആസ് യൂഷ്വൽ ഭയങ്കര പ്രകൃതിരമണീയമായ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ രണ്ടുപേർ ഇപ്പുണ്ട്. ഇവിടെ ഒരു ബൈക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ബൈക്കിൻ്റെ വീഡിയോയും നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. ബൈക്കിൻ്റെ ഓണർ, ഹായ്. ആദ്യം ബൈക്കിൻ്റെ ഓണറിനെ പറഞ്ഞിട്ട് മാറ്റി നിർത്തിയേക്കാം. ഹലോ, നൈസ് ടു മീറ്റ് യു. ഓക്കെ ഗൈസ്, അതുകൊണ്ട് ആ കാണുന്ന കാറിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. യെസ്, ആർ യു എക്സൈറ്റഡ്? കണ്ണാടി ഉരുട്ട് കരച്ചു പാടിയോ? ആൻഡ് ഈ കാണുന്ന ബൈക്ക് ചില്ലറക്കാരൻ ബൈക്കല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ പറഞ്ഞു തരണം. ഓക്കെ, ഞങ്ങളത് ഷൂട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ കാർ ഗൈസ്. ടൊയോട്ട കാംറി. ഏത് വർഷം? 16 മോഡൽ. യെസ്, ഒരു വൈറ്റ് കളർ. എനിക്ക് ഭയങ്കരമായിട്ട് ഈ കാർ അന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ, ഞാൻ അന്ന് ആദ്യമായിട്ട് കയറിയപ്പോൾ അമ്പരന്ന് പോയ കാറാണ്. അത്രയധികം ഫീച്ചേഴ്സ് ഈ കാറിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണുമ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അന്ന് അറിയാമായിരുന്നോ? അറിയാമായിരുന്നു, പക്ഷെ ഇത്ര യൂസ്ഫുൾ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയാമായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ കൊടുക്കാൻ തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. One night, low baby, definito. You ain't gotta pay me bands, I don't need those. I'ma give you one night, I'ma get it all right. I'ma give you one shot, no free throw. I'm just tryna have you see the way that we roll. Damn baby, I can tell that you a freak show. So lucky you ain't gotta pay free show. So you gonna get a free show. One night, low baby, definito. 2016 എടുത്ത ടൊയോട്ട കാംറി 5 മാസം ഉപയോഗിച്ചിട്ട് എന്ത് തോന്നുന്നു? അല്ലാതെ ലോങ് ടൈം റിവ്യൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ. എൻ്റെ ഒരു ഫോർച്യൂണർ ആയിരുന്നു. അത് യാത്രാ കംഫർട്ടിന് ഏറ്റവും ബെറ്റർ ഇതാണ്. അതുകൊണ്ടാണ് ഫോർച്യൂണറെക്കാട്ടിൽ. ഫോർച്യൂണർ വേറൊരു സെഗ്മെന്റ്. ഇത് ഫാമിലി യൂസിന് പറ്റിയ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തു. എന്തുകൊണ്ട് ഈ ബ്രാൻഡ് സെക്കൻഡ് ഹാൻഡ് എടുത്തപ്പോൾ ചൂസ് ചെയ്തു? റിലയബിലിറ്റി. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്ത് തോന്നുന്നു? അത് പറയണ്ട, ഞാൻ ഒത്തിരി വർഷമായിട്ട് ടൊയോട്ട യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതാണ് മെയിൻ കാരണം. അത് തന്നെ. ഫോർച്യൂണർ ഏത് ജനറേഷൻ ആയിരുന്നു? ഞാൻ 2018 മോഡലായിരുന്നു ലാസ്റ്റ് യൂസ് ചെയ്തത്. അത് അടിപൊളി വണ്ടിയായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ടൊരു ഓപ്ഷനിലോട്ട് വന്ന് അങ്ങനെ പോയി. ഓക്കെ, നമ്മൾ കഥ പറഞ്ഞ് പോയി. പരിചയപ്പെടുത്തിക്കോ, പേര് ഉൾപ്പെടെ ഇവിടെ. പരിചയപ്പെടുത്തിക്കോ. പേര് അസർ നമ്പലായിരുന്നു. പറട്ടെ, ബാക്കി എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് പർപ്പസിന് ഇവിടെ ഓടുന്ന വണ്ടിയാണോ? ബിസിനസ്സിനായിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം പോകുന്നതും ഇതാണ്. ഓക്കെ, നമ്മൾ തന്നെയാണ് ഓടിക്കുന്നത്. അതെ. ഓക്കെ, യെസ്. അപ്പോൾ വണ്ടിയുടെ ഒരു ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. വണ്ടി എടുത്തു കഴിഞ്ഞ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ വണ്ടി വരുത്തിയിട്ടുണ്ടോ? എടുത്തു കഴിഞ്ഞിട്ട് എന്തോ ഈ ഫോഗ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് LED ആക്കിയത്. അതെ. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ട്. ഇത് ഡിഫോൾട്ട് LED വരുന്നുണ്ടായിരുന്നു. ഇത് സ്റ്റോക്ക് സ്പെക്ക് തന്നെ ഇതെല്ലാം. ഓക്കെ, ഇതൊരു ഹാലോജൻ ആണോ അല്ല വേറൊരു ഷെയ്ഡ് കളറായിട്ട് തോന്നി എനിക്ക് കത്തിച്ച് നോക്കിയപ്പോൾ? ഹാലോജൻ തന്നെയാണ്, പ്രോപ്പർ ഹാലോജൻ. ഇത് പ്രൊജക്ട് റെഡ് ലാമ്പാണ് വരുന്നത്. ഓക്കെ, അതിന് ഡിഫറൻസ് ആണ് ഒരു കളർ ഷെയ്ഡ് തോന്നിയത്. ഡിമ്മും ബ്രൈറ്റും അതിൽ. ഓക്കെ ഗൈസ്, ഇതിന്റെ പുറത്തെ വിശേഷങ്ങളെക്കാട്ടി കൂടുതൽ നമുക്ക് പറയാനും നിങ്ങളെ കാണിച്ചു തരാനുള്ളത് അകത്തെ വിശേഷങ്ങളാണ്. അതിന് മുമ്പ് ജസ്റ്റ് വണ്ടി ഒന്ന് കറങ്ങി കാണിക്കാം. ടയർ ഏതാണ് കിടക്കുന്നത്? അതിന് മാറ്റിയിട്ടുണ്ടോ? ആൻഡ് ടയറിന്റെ ലൈഫിനെ കുറിച്ച് പറയും. സ്റ്റോക്ക് ടയർ തന്നെ കിടക്കുന്നത് 17 സൈസാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇത് ഇപ്പം തീരാറായ മട്ടാണോ? അതെ, തീരാറായിട്ടുണ്ട്. ഞാനിപ്പം എടുത്തിട്ട് കുറച്ച് ഓടിക്കാനുള്ളതുണ്ട്, ഓടിച്ച് മുതലാക്കിയിട്ട് മാറ്റാം. ഓക്കെ, ഇത് എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്? ഇത് 2,10,000 കിലോമീറ്റർ. 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എടുത്തപ്പോ എത്ര കിലോമീറ്റർ ഓടിയ? എനിക്ക് ആ റേഞ്ച് തന്നെ. അതെ. ഇപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഓടിയിട്ടുള്ളൂ. ഗൈസ്, 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത്രയും ക്ലീൻ സ്പെക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നത് എന്ന് കാണുമ്പോൾ പഴയ ഓണറിന്റെ ഗുണമാണോ ഇപ്പോഴത്തെ ഓണറിന്റെ ഗുണമാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. രണ്ടും. അല്ല, ഇപ്പൊ മേടിച്ച് കഴിഞ്ഞിട്ട് 5 മാസം ആയെങ്കിൽ വേണമെങ്കിൽ നശിപ്പിക്കാറുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് പുറത്ത് നോക്കിയാലും അകത്ത് നോക്കിയാലും നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. യെസ്. ആൻഡ് സൈഡിൽ നോക്കുമ്പോൾ ടിന്റ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അതോ രണ്ടാമത് ചെയ്തതാണ്? ഓക്കെ, ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴാണെങ്കിലും പുതിയ ക്യാമറയായിട്ട് നമുക്ക് എവിടേക്കോ ഒരു സാദൃശ്യം പണ്ടേ വലിയ മാറ്റമൊന്നും ഇപ്പൊ സൺറൂഫിനുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എക്സ്റ്റീരിയർ ബാക്കി നല്ല സാമ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു പത്തനംതിട്ട വണ്ടിയായിരുന്നു. ആൻഡ് ബാക്കിൽ ഒരു ഹൈബ്രിഡിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് സിനർജി ഡ്രൈവ്. അത് പണ്ടത്തെ ടെക്നോളജി ആണോ? അതെ, ഈ ഹൈബ്രിഡിന്റെ ആ ഒരു സെഗ്മെന്റ് വരുന്ന ഈ ഒരു ബാഡ്ജിങ് വരും. ഓക്കെ, ഇതൊരു CB യൂണിറ്റ് വണ്ടിയായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അന്ന് എത്ര രൂപ വന്ന് കാണുമായിരിക്കും ഈ വണ്ടിക്ക്? ഒരു 41 lakhs വരും. അന്ന്, അതായത് 2016. അതെ. അതായത് ഇന്നത്തെ ഒരു 70-80 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന ക്യാമറയുടെ
വില. പക്ഷേ ഇപ്പോഴത്തെ ഈ ക്യാമറയും നമ്മൾ ഇപ്പോഴത്തെ പുതിയ ക്യാമറയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ മാറ്റമെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ. മാറ്റം വെച്ചാൽ ബോഡി ഷേപ്പ് എല്ലാം മാറി, പിന്നെ സൺറൂഫ് വരുന്നുണ്ട്, അതേ ബാക്കിയെല്ലാം ഇതിനകത്തോട്ട് കയറിയിട്ട് നമുക്ക് പറയാം. ഓക്കെ നമുക്ക് ഇതിന് ഇന്റീരിയറിലോട്ട് കയറാം. ഇന്റീരിയറിൽ കയറി ഞാൻ ഈ ഡോർ ഒന്ന് അടക്കിയിട്ട് ഡോർ ഒരു ബീജ് പ്ലസ് ഒരു ബ്ലാക്ക് തീമിലാണ് ഇന്റീരിയർ വരുന്നത്. ഓക്കെ ക്യാബിൻ കയറുമ്പോ തന്നെ എന്ത് മണോടെ, ഒരു ഗൾഫ് ടച്ച് മണം. ഗൾഫിലാണല്ലോ അല്ലേ? കയറിയപ്പോ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ആയത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതിനകത്ത് കുറേ അധികം ഇപ്പോഴത്തെ ടോപ്പ് വണ്ടികളിൽ വരുന്ന പല പ്രീമിയം ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ അന്നത്തെ കാലത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സ്റ്റിയറിംഗ് അവിടെ നിന്ന് തുടങ്ങാം. ഇത് ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഓക്കെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എവിടെ അതിന്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത്? ഇതെല്ലാം ഇത് തന്നെയാണ്, ഈ സൈഡിലാണ്. ഓക്കെ 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 നോർമലായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അപ്പൊ ഓരോ പ്രാവശ്യം കയറുമ്പോഴും താന്നും നമുക്ക് വേണ്ടി കയറാൻ വേണ്ടി മെമ്മറി ഫങ്ഷൻസ് ഉണ്ട് സീറ്റിന് വേണ്ടി. പിന്നെ ഇപ്പൊ കണ്ടില്ലേ സ്റ്റാർട്ട് അതായത് ഹൈബ്രിഡിൽ നിന്ന് നേരെ എഞ്ചിനിലോട്ട് പോയി. ഓക്കെ അപ്പൊ ഇത്ര നേരം ഇലക്ട്രിക് മോഡലായിരുന്നു ഇരുന്നിരുന്നത്. ഓക്കെ ആൻഡ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയ സ്ക്രീൻ ആയിരുന്നു എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഇത് ടച്ച് തന്നെയാണല്ലോ. ടച്ച് തന്നെയാണല്ലോ. സ്റ്റോക്കിൽ തന്നെ ഉള്ള നമ്മളൊന്നും മാറ്റിയിട്ടില്ല. അങ്ങനെ തന്നെ. യെസ്. ആൻഡ് ഇവിടെ ഒരു ഫിസിക്കൽ ബട്ടൺസും ഇവിടെ പാട്ട് മാറ്റാനും ട്രാക്ക് മാറ്റാനും കോൾ എടുക്കാനുള്ളതുണ്ടല്ലേ? എല്ലാം ഉണ്ട്. എല്ലാം സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് കൺട്രോൾസ് എല്ലാം ഉണ്ട്. CD ഇടാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആൻഡ് ഇത് AC വെന്റ്സ് വരുന്നുണ്ട്. സമയവും കാര്യങ്ങളും ഇത് തന്നെയാണ് ഇപ്പോഴും ഫോർച്യൂണറിൽ. ആൻഡ് താഴോട്ട് വരുമ്പോൾ നമുക്ക് AC കൺട്രോൾസ് നോക്കുവാണെങ്കിൽ ഒരു ഹസാർഡ് കാണാം. അതായത് ഇതിൽ 3 സോൺ AC ആണ് വരുന്നത്. 3 സോൺ AC. ഓക്കെ. പിന്നെ സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് ബാക്കിലെ സൺസൈഡ് നമുക്ക് ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാനുവലി അല്ല ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച്. നൈസ് അത് കൊള്ളാം അല്ലേ? ആൻഡ് വെന്റിലേഷന്റെ സീറ്റ് ഇതാണ് സ്വിച്ച് വെന്റിലേഷൻ. ഇത് എങ്ങനെ അത് പ്രവർത്തിപ്പിക്കുന്നത്? അത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതല്ല ഇങ്ങനെ തന്നെ. അവിടെ പക്ക ഫിസിക്കൽ സാധനം. ആൻഡ് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. ഓക്കെ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇതില് ആ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓക്കെ ഇത് പണ്ടത് ഇപ്പോഴത്തെ വണ്ടികളൊന്നും ഇതില്ല. അതൊക്കെ മിക്സിങ് മേജർ മിക്സിങ് സാധനങ്ങളാണ്. ആൻഡ് ഇവിടെയും നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ തുറക്കാൻ പറ്റുന്ന 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതിന്റെ ഗിയർ ബോക്സ് ആൻഡ് എഞ്ചിനെ പറ്റി പറയും കേട്ടെ. ഇത് CVT ആണ് വരുന്നത്. ഇതൊരു 2.5 ലിറ്റർ ആണ്. പിന്നെ പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിൻ. അതെ ഇതിൽ പെട്രോളും ഹൈബ്രിഡും, അതായത് രണ്ടും കൂടെ ചാർജിങ്ങിലാണ് ഇത് പോകുന്നത് തന്നെ. പിന്നെ മൈലേജ് പറയുകയാണെങ്കിൽ ഒരു 19-20 എനിക്ക് കിട്ടുന്നുണ്ട് റിയൽ ലൈഫ്. അതെ. പിന്നെ ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ടോ? ഇല്ല ഇപ്പൊ കാണിക്കുന്നില്ല. ഇപ്പൊ നമ്മള് നിർത്തിയിട്ട് നമ്മള് റൺ ചെയ്യുമ്പോ ഇനിയിപ്പോ ഞാനിപ്പോ ഫ്യൂൽ അടിച്ചിട്ടില്ല. ഇപ്പൊ 38 കാണിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നമുക്കിപ്പോ ഓടിച്ചോണ്ട് നടക്കുവാണെങ്കിൽ ഇപ്പൊ ഈ ആവറേജ് കാണിക്കുന്നത് ഇപ്പൊ 10 ആണ് കാണിക്കുന്നത്. റണ്ണിങ്ങിൽ നമ്മൾ ഇതാക്കുമ്പോഴത്തേക്ക് നമുക്ക് വേരിയേഷൻ മാറും. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യാത്ര ചെയ്യാൻ. എന്റെ ബാക്ക് ഒന്നും പറയാനില്ല. എനിക്ക് വന്നിരുന്നപ്പോ ഗൈസ് നമ്മളിങ്ങനെ ഇങ്ങനെ ഡ്രൈവർ വണ്ടി എടുക്കൂ, ഡ്രൈവർ ഇല്ലെങ്കിലും നമ്മൾ ഡ്രൈവറിനോട് പറയുന്ന പോലെ തോന്നുന്നില്ലേ? ഫ്രണ്ടിലാണെങ്കിലും ആ പൊസിഷൻ ലൈക്ക് ഇരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ ഇങ്ങനെ താന്ന് ഭയങ്കര കോസി ആയിട്ടിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ്. സീറ്റ് ആണെങ്കിലും സീറ്റ് കംഫോർട്ട് ഒക്കെ എങ്ങനെയുണ്ട്? കംഫോർട്ട് അടിപൊളിയില്ലേ? അടിപൊളി. നിങ്ങൾക്ക് ഇരുന്നിട്ട് എന്താണ് തോന്നുന്നത്? അല്ല എന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണത്തില്ല. ഓണറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയും. അത് നല്ല ഇതില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്നത് ഡ്രൈവിങ്ങിനെക്കാട്ടിലും അടിപൊളി ഇതിന്റെ പുറയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയാ. അതെ. അപ്പൊ അന്നത്തെ കാലത്ത് ഡ്രൈവേഴ്സ് കാർ അല്ലാതെ കംഫോർട്ടിന് വേണ്ടി ഇറക്കിയ ഒരു കാറാന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഡ്രൈവേഴ്സ് കാറായിട്ട് വേണമെങ്കിൽ സൂപ്പർ എടുത്തോളാം. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എന്തൊക്കെയുണ്ട്? സ്റ്റിയറിംഗ് വോളിയം ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഉണ്ട്. പിന്നെ കോൾ എടുക്കാനുള്ള ക്രൂയിസ് കൺട്രോൾ ഉണ്ട് അന്നത്തെ കാലത്ത്. ഉണ്ടല്ലോ. ഇവിടെ വരുന്നത്. ഇവിടാണല്ലേ ഇതാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ. ആൻഡ് സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സർവീസ് എന്താ പറയാ, ഡിപ്പെൻസ്. ഇപ്പം എന്തെങ്കിലും മേജർ ആയിട്ടുള്ള സാധനങ്ങൾ മാറാനായിട്ടുള്ളൊരു ഇച്ചിരി എമൗണ്ട് കൂടുതലായിരിക്കും. എമൗണ്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ ഇപ്പം നോർമലി ഇതിന്റെ ഒരു ഫ്രണ്ട് ഹൗസിംഗ് അല്ലേ, അതിന്റെ ഒരു ഷാഫ്റ്റ് അതിന്റെ ഒരു റബ്ബർ ബുഷ് മാറിയാണ്. അതിന് ഏകദേശം 13,000 രൂപയായി. അത് ഫുള്ളായിട്ട് മാറണമെങ്കിൽ 80,000 രൂപയാവും. അപ്പൊ അത് മാത്രമായിട്ട് നമുക്ക് ഓരോ പോർഷനായിട്ട് തന്നെ മൊത്തം മാറാൻ പറ്റും. അത് ഇവിടുത്തെ റോഡിന്റെ ഒരു പ്രശ്നം കാരണം ഒരു കല്ലടിച്ചിട്ട് കീറിപ്പോയി. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ശരിക്കും കുറവാണ്. അപ്പൊ അങ്ങനെ ഒരഞ്ഞ് കീറിപ്പോയത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു സോഫ്റ്റ് ടച്ച് ആണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ സോഫ്റ്റ് ടച്ച് അല്ല, അന്നത്തെ സോഫ്റ്റ് ടച്ച് ഇങ്ങനെ ആയിരുന്നല്ലേ. സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ആൻഡ് എത്ര എയർ ബാഗ് വരുന്നുണ്ട് വണ്ടിക്ക്? എനിക്ക് 1 2 ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ബാക്കിലൊക്കെ ഉണ്ട്, സീറ്റിലൊക്കെ ഉണ്ട്, ഇവിടൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചസ്, ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ ഇങ്ങനെയാണല്ലേ. നൈസ് നൈസ് നൈസ്, അത് കൊള്ളാം. ആൻഡ് ഒരു സൺറൂഫ് കൊണ്ടായിരുന്നെങ്കിൽ വണ്ടി ഒന്നും ഒരു 10 വർഷത്തേക്ക് കൂടെ മാറ്റണ്ട. അതെ, പിള്ളേരുള്ളതുകൊണ്ട് എന്താ പറയാ, ചേട്ടന്റെ മക്കളുള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സൺറൂഫിലോട്ടുള്ള ഒരു ഓപ്ഷൻ. കിട്ടേണ്ടതല്ലേ, അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടി, നമ്മൾ എടുത്തു. ആൻഡ് ഇതാണ് ഇതിന്റെ കീ വരുന്നത്. കീ കവർ ഇട്ടിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. ആൻഡ് ലോക്ക് അൺലോക്ക്, ഡിക്കി തുറക്കാനുള്ള ബൂട്ട് ഓപ്പണിംഗ് സാധനം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ ഇതെന്താ സംഭവം, സ്പീക്കറിംഗ് ഉണ്ടാണോ? സ്പീക്കർ ഉണ്ടാണോ? ഇവിടാണല്ലേ സ്പീക്കേഴ്സ് വരുന്നത്. ഗൈസ്, നമുക്ക് ഇതിന്റെ സൗണ്ട് ഔട്ട്പുട്ട് ഒന്ന് കേട്ടാലോ, ഒന്ന് കണക്ട് ചെയ്ത് കേൾപ്പിക്കും. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് വുഡൻ പാനലിംഗ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് പൊങ്ങും താഴവും ചെയ്യുന്ന വിൻഡോസ് ആണ്, അത് കൊള്ളാം. ഇത് ആക്ച്വലി നൈസ് ആണ്. ഇതാണെങ്കിലും ക്വാളിറ്റി വൈസ് ഓരൊക്കെ ഇച്ചിരി ഹെവി ആണ് കേട്ടോ. പാട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമൽ പണ്ടത്തെ ആൻഡ്രോയിഡ് സിസ്റ്റം അല്ല, പണ്ടത്തെ ഒരു ബ്ലൂടൂത്ത് ടച്ച് സ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കാവോ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെയാണ്, കണക്ഷൻ സംഭവങ്ങളൊക്കെ. ആൻഡ് ഇവിടെ നമുക്ക് ഈ 3 സോൺ AC ഒക്കെ ഇപ്പോൾ പുതിയ 50 ലക്ഷത്തിൻ്റെ വണ്ടിക്ക് 2 സോൺ AC വന്നതേ ഉള്ളൂ. ഭയങ്കര ക്ലാരിറ്റി ഉള്ള സൗണ്ടാണ്, ഞാൻ അന്ന് കേട്ടപ്പോൾ എനിക്കത് തോന്നി. മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. ഡോൾബി ഡിജിറ്റലാണ് വരുന്നത്. ഡോൾബി ഒക്കെ ഉണ്ടല്ലേ ഗൈസ്? ഡോൾബി ഇതാണ് സൗണ്ട് കൂട്ടുന്നത്, കുറയ്ക്കുന്നത്, കൂട്ടുന്നത്. കൂട്ടാൻ പറ്റും, 100 വരെ കൂട്ടാൻ പറ്റും. ഇത് ബാക്കിൽ നമുക്ക് സീറ്റിലിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇത് നമുക്ക് മറ്റേ FM ഒക്കെ സ്കാൻ ചെയ്യുന്ന സംഭവം തോന്നുന്നു. അത് പാട്ട് മാറ്റാൻ പറ്റും അല്ലേ? ജസ്റ്റ് അല്ല, ഓരോ വർഷം ഇങ്ങനെ തിരിക്കുന്നതനുസരിച്ച് പാട്ട് മാറ്റാം. അത് കൊള്ളാം ഗൈസ്. നമുക്ക് ഇതിങ്ങനെ തിരിക്കുമ്പോൾ പാട്ട് മാറ്റാം, ഇതിങ്ങനെ കൂട്ടുമ്പോൾ സൗണ്ട്. ഭയങ്കര ഫിസിക്കൽ ടച്ചിന്റെ ബഹളമാണ്. നിങ്ങൾ കോപ്പറേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി കേൾപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഒറ്റ കേൾവിയിൽ പാട്ട് പറയാൻ പറ്റുന്ന നല്ല ട്രബിൾ ഉണ്ട് ആൻഡ് നല്ല ക്ലാരിറ്റി ഉണ്ട്. ആൻഡ് സ്ലൈഡിങ് ആംബ്രസ്റ്റ് ആണ് ഇത്. ഇങ്ങനെയൊക്കെ അല്ലേ? നമുക്ക് EV മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആൻഡ് എക്കോ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. EV മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ഇത് കണ്ടോ, ഇത് നോട്ട് ആക്ടിവേറ്റഡ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടോ? ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഇത് കണ്ടില്ലേ? അപ്പൊ ഈ ബാറ്ററി ഫുൾ ആവുമ്പോ EV ഫുള്ളായി, ബാറ്ററി ഫുള്ളായി, അതനുസരിച്ച് കുറച്ച് കിലോമീറ്റർ അല്ല. ഇതില് EV എന്ന് പറഞ്ഞൊരു ഇത് ഓൺ ആവും. വണ്ടി ഇപ്പോ ഓൾറെഡി ഇപ്പൊ സൈലന്റ് ആണ്, അത് EV-യിലാണ് കിടക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈവിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഇതാവും, എഞ്ചിനിലോട്ട് നേരെയാവും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ക്യാമറയ്ക്ക് അകത്ത് കയറിയിരിക്കുകയാണ്. ഞാനിന്ന് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതുവരെ ക്യാമറ ഓടിച്ചിട്ടില്ല, അപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷൻ കണ്ടോ, ലൈക്ക് ഭയങ്കര താന്ന് എന്തോ ഒരു എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു കിടിലൻ പൊസിഷൻ ആണെന്ന് ഞാൻ പറയാം ഒറ്റ വാക്കിൽ. ഇതിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഇവിടെ താഴെ ഇലക്ട്രിക്കലി സ്റ്റിയറിംഗ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റിയറിംഗിന് മെമ്മറി ഫംഗ്ഷൻസും കാര്യങ്ങളും വെൽക്കമിംഗ് ആയിട്ടാണ് വരുന്നത്, വെൽക്കമിംഗ് ഫംഗ്ഷൻ ആണുള്ളത്. ആൻഡ് നമുക്കിവിടെ ക്ലസ്റ്റർ നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇരിക്കുന്നത്. EV എന്ന് പറഞ്ഞൊരു ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഈ നിലവിൽ ഈ വണ്ടി സ്റ്റാർട്ടാണ്, പക്ഷേ ഇപ്പം EV മോഡിലാണ് വണ്ടി ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കാണാൻ സാധിക്കും, കണ്ടോ ബാറ്ററി എന്ന് പറഞ്ഞിട്ട് ചാർജ് ആവുന്നുണ്ടോ. ഈ ബാറ്ററിയിൽ ഈ വണ്ടി ഓടാൻ സാധിക്കും ഗൈസ്, ഓടിക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആൻഡ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ്, അന്നത്തെ കാലത്ത് പുഷ് സ്റ്റാർട്ട്, ഇവിടെ നമുക്ക് മെമ്മറി ഫംഗ്ഷന്റെ സ്വിച്ചസും കാര്യങ്ങളും 2 ലെവൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നമുക്ക് ക്ലസ്റ്ററിൽ ഒന്നുകൂടെ വരുന്ന സമയത്ത് കുറേ അധികം റീഡിങ്സും കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ ഒരു സംഭവം ഞാൻ കണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഗ്ലാസ് ആക്കുന്നു. ഇപ്പം ഞാൻ റിവേഴ്സിൽ ഇടുകയാണ് ഈ വണ്ടി. ഇപ്പം ഞാൻ റിവേഴ്സിൽ ഇടുന്ന സമയത്ത് കണ്ടോ, അതായത് ഞാൻ ഒന്നര കാണിച്ചു തരാം. ഈ മിറർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആവുന്നതായിട്ട് കാണാം. കണ്ടോ, ഞാനിപ്പോൾ റിവേഴ്സ് ഇടുന്നു, കണ്ടോ മിറർ അഡ്ജസ്റ്റ് ആവുന്നുണ്ടോ. അതായത് റിവേഴ്സ് ഇടുമ്പോഴും ആൻഡ് ഡ്രൈവ് ഇടുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ട് മിറർ അഡ്ജസ്റ്റ് ആവുന്നു. സൈഡ് മിറർ രണ്ടും അഡ്ജസ്റ്റ് ആവും. എന്താ അല്ലേ? ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് എടുക്കുകയാണ്, ഡ്രൈവിലിടുന്നു. ഡ്രൈവിലിട്ടിട്ട് കാല് കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ സൈലന്റ് ആയിട്ട് കറക്റ്റ് EV വണ്ടി പോകുന്ന പോലെ ഒഴുകി പോകണം. കണ്ടോ, ഇപ്പോൾ EV-യിലാണ് പോകുന്നത് ഗൈസ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്ലസ്റ്ററിൽ CH എക്കോയെ പവർ എന്നൊരു സംഭവം കണ്ടോ. ഇപ്പൊ ഈ വണ്ടി CH-നും എക്കോയ്ക്കും ഇടയ്ക്കൂടെയാണ് പോകുന്നത്. ഈ എക്കോ എന്ന് പറയുന്ന സാധനമാണ് നോർമലി നമ്മൾ പെട്രോളിന്റെ എക്കോ ആയിട്ട് പോകുന്നത്. ഈ സമയത്ത് ഞാൻ കാല് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പവറിന്റെ ഓപ്ഷനിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ചുമ്മാ കാല് കൊടുക്കുമ്പോൾ എക്കോയിൽ നിന്ന് മാറി അങ്ങോട്ട് വണ്ടി തന്നെ അതിന്റെ ക്ലസ്റ്ററിൽ നീങ്ങുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും കാര്യങ്ങളും കാണാം. ആൻഡ് ലൈറ്റും ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ്. വൈപ്പർ ഓട്ടോമാറ്റിക് ആണ്, ഹെഡ്ലൈറ്റും യൂണിറ്റ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. കൈ കൊടുക്കുമ്പോൾ കാല് കൊടുക്കുമ്പോൾ വണ്ടി പോകുന്നുണ്ടോ? നൈസ്. ഇത്
ആ കുഴിയിൽ വീണിട്ടും ഈ വണ്ടി ഞാനിപ്പോൾ ഒരു കുഴി ചെറിയൊരു കട്ടർ കണ്ടോ, ടയറിന്ന് വണ്ടിയിലോട്ട് അറിയിക്കുന്ന പോലും ഇല്ല സാധനം. സ്റ്റിയറിംഗ് ആണെങ്കിലും ആകെ മൊത്തത്തിൽ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാം ഗൈസ്. ഉണ്ട് ഞാൻ ആദ്യം ചവിട്ടിയപ്പോൾ നിന്നില്ല. റിവേഴ്സ് ഇടുന്നു, ജസ്റ്റ് ഇടുമ്പോൾ റിവേഴ്സ് ക്യാമറ വരും. റിവേഴ്സ് ക്യാമറ ഇൻബിൽട്ട് അല്ലേ? അതെ. അന്നത്തെ കാലത്ത് റിവേഴ്സ് ക്യാമറ. ആൻഡ് റിവേഴ്സ് എടുക്കുമ്പോൾ EV മോഡിലാണോ? എന്ത് പുള്ളിങ്ങത്? ഇപ്പം ചുമ്മാ കാലം എടുക്കുമ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക്. ഇവിടെ കാലിൽ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആയി. നോക്ക്, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസായി. അന്യായം ഗൈസ്, അന്യായം. എനിക്ക് ഭയങ്കര ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. നമുക്കിനി ബാക്കിലോട്ടുള്ള കാര്യങ്ങൾ ബാക്കിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലേ ഗൈസ്? അന്നത്തെ കാലത്ത് ഓട്ടോമാറ്റിക് IRVM. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ബാക്കി പോട്ടെ, ബാക്കി പോവാ ഗൈസ്. ഇപ്പൊ പോയനെ ഗൈസ്. ഇതിനകത്ത് ഷെയ്ഡ് വരുന്നുണ്ട്. ഓക്കെ, മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ എന്ത് സംഭവം? കോയിനൊക്കെ ഇട്ടൊക്കാവുന്ന ബോക്സ്, ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങുന്നതും താഴും ചെയ്യുന്ന ഗ്ലാസ്, അതിലെ ഹെവി ഡോറ്. എന്തത് AC വെൻ്റാ? ഓ, ഇരിക്കുമ്പോൾ രാജകീയം കണ്ടോ ഗൈസ്? ഒരു കാര്യം ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ ടാറ്റ ഹാരിയർ കണ്ടല്ലോ, പുതിയ EV കണ്ടല്ലോ. ആ EVക്കകത്ത് ഒരു വലിയ ഫീച്ചറാന്ന് പറഞ്ഞ് കൊടുത്ത സാധനം ആൻഡ് ഇപ്പം എൻ്റെ കാല് ഈ സീറ്റിൽ വന്ന് മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മുമ്പിൽ ഇരിക്കുന്നവനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഈ കാണുന്ന ബട്ടൺ ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യുന്നു. സീറ്റ് ഇതാ നമ്മളെ വിട്ട് മുമ്പോട്ട് പോകുന്നു സുഹൃത്തുക്കളെ. എന്താ അല്ലേ? ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. അത് വന്നിട്ട് സർപ്രൈസ് ആയിട്ടെല്ലാം കണ്ട സാധനം ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഉണ്ടായിരുന്നു. അത് എന്താ ഒരു പഴയ വണ്ടിയിൽ ഇത്രയും ഉണ്ടെന്ന്, ഇത്ര അധികം ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചില്ലല്ലേ. ഇനി മെയിനായിട്ട് ഞെട്ടാൻ പോകുന്നത് താഴോട്ട് നോക്കുമ്പോഴാണ് ഗൈസ്. സൂക്ഷിച്ച് നോക്കുമ്പോൾ കുറേ അധികം സംഭവങ്ങൾ കാണാം. ഇവിടെ 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്യുന്നു, എന്ത് സംഭവിക്കും? മുമ്പോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പുറകിലത്തെ സീറ്റ് കണ്ടോ? ഇലക്ട്രിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റ്, ഇലക്ട്രിക്കലി ഗൈസ്. ഞാൻ ഇപ്പം പുതിയ EV എല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സ്ഥിതിക്ക് 40 ലക്ഷം 38 ലക്ഷം രൂപ വരെ ഇപ്പം മഹീന്ദ്രയുടെ ആണെങ്കിൽ പോലും അതിനകത്ത് പോലും മാനുവലി നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന ഫീച്ചറുള്ളൂ. ഇത് ഇങ്ങനെ കിടക്കാം. എന്താ അല്ലേ? ബാക്കി ഓണർ പറയൂ. ബാക്കി എന്തോ ഇതിന്റെ ബാക്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ്. ഓക്കെ, എന്താ പറയാ, ക്ഷീണമൊന്നുമില്ല, ഒരു ക്ഷീണവും ഇല്ല. ഏറ്റവും കൂടുതൽ ലോങ് പോയിക്കുന്നത് എവിടെയാ? ഇല്ല, ഇതിപ്പം കുറച്ച് നാളേ ഉള്ളൂ. വലുതായിട്ടൊന്നും പറ്റില്ല. തമിഴ്നാട് പോയായിരുന്നു, ഒന്നും പറയാനില്ല, അങ്ങ് ഒഴുകി പോവാ. റോഡും കൂടെ അടിപൊളിയാണെങ്കിൽ പൊളി. ആൻഡ് നമുക്ക് ഇവിടുത്തെ കൺട്രോൾസ് ബാക്കി എന്തൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് ചാനൽ സംഭവങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ളതുണ്ട്, പാട്ട് മാറ്റാനും ട്യൂൺ ചെയ്യാൻ, FM ട്യൂൺ ചെയ്യാനുള്ളതുണ്ട്, വോളിയം, ഇതെല്ലാം ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ആണ്. ഇതെല്ലാം കൺട്രോൾസ്, പവർ ഓഫ് ചെയ്യാനും. ഇവിടെ പവർ നോക്കി കഴിഞ്ഞാൽ അവിടെ ഓഫ് ആവുമല്ലേ? ഓക്കെ. അങ്ങനെ ഇവിടെ നമുക്ക് ഷെയ്ഡ്, ഓക്കെ, ഈ കാണുന്ന സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഷെയ്ഡ് ഇങ്ങനെ താഴും. വാവ്, അമേസിങ്. ആൻഡ് ഇതെന്താ? AC ടെമ്പറേച്ചർ ആണ്. AC, ഇത് നമ്മുടെ AC, അതായത് 3rd സോണിന്റെ AC. അതെ, ഇതിപ്പോൾ 16 കിടക്കുന്ന സാധനം നമുക്ക് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഈ AC മാത്രം നമുക്ക് വേണ്ടി സെപ്പറേറ്റ് തണുപ്പ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും. അതെ. യെസ്. ആൻഡ് അവിടെ ഷെയ്ഡ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ACയുടെ വെൻസും കാര്യങ്ങളുണ്ട്. നമുക്ക് ബ്ലോവർ അടച്ചു വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ ഒരു വുഡൻ ഫിനിഷ് വരുന്നുണ്ട്. ആൻഡ് നല്ല ലൈക്ക് സീറ്റ് കവറൊക്കെ അന്നത്തെ പോലെ തന്നെ നല്ല സ്റ്റോക്ക് ആണല്ലേ, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. എന്ത് നോക്ക്, പുതിയ പോലെ ഇരിക്കുന്നത്. 2 ഓണറിനും ഹെഡ്സ് ഓഫ് അവിടെ ഇവിടെ. ആൻഡ് ഇത് മെയിൻ സംഭവം. ഇതിനകത്ത് ഇത് നമുക്ക് ജസ്റ്റ് പൊക്കാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, ടിഷ്യൂവും കാര്യങ്ങളൊക്കെ വെക്കാൻ സാധിക്കും, എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ വെക്കാം. അതും കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇങ്ങനെ പൊക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കൂടി ഇരിക്കാം. ആ ഇരിക്കുന്ന ആൾക്കും ഹെഡ് റെസ്റ്റ് ഉണ്ട്. മൂന്നാമത്തെ ആൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? പൊക്കാൻ പറ്റുമല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും ചോദിച്ചാൽ ഇങ്ങനെ ഗൈസ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെ ഇരുമ്പ് നോക്കാം. അപ്പം ഇങ്ങനെ ലക്ഷറി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. വണ്ടി പോട്ടെ, അവിടെ ഒരു ജ്യൂസ് കട നിർത്തണേ. ആ വൈബാണ് ഗൈസ്. അയ്യോ ആ ഇരിക്കുമ്പോൾ സീറ്റിൽ മനസ്സിലാവുന്നുണ്ട്, തണുപ്പും നല്ല അടിപൊളി കൂളിംഗ് ഉണ്ട്. വണ്ടി വർത്താണല്ലേ. ഇത് എത്ര രൂപയ്ക്ക് എടുത്തത്? ഇത് എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് വിചാരിക്കും. എത്ര രൂപയ്ക്ക് നിങ്ങൾ അല്ല വേണ്ട ഞാൻ പറയാം, എത്ര രൂപയ്ക്ക് കിട്ടും? ഒരു അത് സർപ്രൈസ് ആണ്, അത് കൈ വെച്ച് ഒരു റേഞ്ച് പറ. ആ ഒരു കാറ്റഗറി, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമറ 2025 മേടിക്കണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് നോക്കുന്നവരാണല്ലോ ഈ വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു റേഞ്ച്, ഏത് റേഞ്ചിനകത്ത് കിട്ടും? ഇത് ഇപ്പൊ ഒരേ വണ്ടിയുടെ വൃത്തിയും പിന്നെ ക്ലെയിം ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ഒരു 13 രൂപ കിട്ടും.
പിന്നെ ഇപ്പൊ കൂടുതലും പുറത്തെ വണ്ടികളാണ് ആൾക്കാർ എടുക്കുന്നത്. അതൊക്കെ ഒരു 10-നകത്ത് കിട്ടും. പുറത്തെ വണ്ടി എന്ന് പറയുമ്പോ അതായത് അതർ സ്ട്രീറ്റ് വണ്ടികളില്ലേ, അതിൽ കാര്യമില്ല. പക്ഷെ കേരള വണ്ടി എടുക്കുവാണെങ്കിൽ ഒരു 15-നകത്ത് നല്ല മോഡൽ കിട്ടും, നല്ല വണ്ടി കിട്ടും. ഇതെനിക്ക് നല്ലൊരു 15-ന് വൃത്താണ്. അത് ഭയങ്കര വൃത്ത സാധനമായിരിക്കും. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേസ്. ഇത് വേണമെങ്കിൽ എടുത്തിട്ടൊന്ന് കളർ മാറ്റി കൊണ്ടു കിടന്ന വണ്ടി ഏതാന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അകത്തൊന്നും മാറ്റേണ്ട ഒരു ആവശ്യമില്ല. വേണമെങ്കിൽ സീറ്റ് അവർ മാറ്റിക്കോ, ഈ കളർ ഇഷ്ടമല്ലാത്തത്. ബാക്കി ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിൽ വെന്റിലേഷൻ സീറ്റ് ഉണ്ട്, സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാം ഇപ്പോഴത്തെ പുതിയ ന്യൂടെക് വണ്ടിയിലുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പോഴത്തെ പുതിയ വണ്ടിയിൽ തരാൻ പറ്റാത്ത ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ ഇരിക്കുന്ന പോലെ ആ കംഫർട്ട് പുറകിലത്തെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. രണ്ടുപേരൊക്കെ ആയിട്ട് യാത്ര ചെയ്യുവാണെങ്കിൽ ഇതും കൂടെ താത്തിട്ട് കഴിഞ്ഞാൽ അൾട്രാ ലക്ഷറി. ലൈക്ക് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള നെഗറ്റീവായിട്ട് എനിക്ക് പറയാനായിട്ട് ഈ സൺറൂഫ് ആ ടൈമിൽ കൊടുത്തിട്ടില്ല. അത് വേറൊന്നും എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എനിക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇതിന്റെ വീൽസ് ഒക്കെ ഒന്ന് മാറ്റണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോഴത്തേക്കും മറ്റേ കളറും കൂടെ മാറ്റി മാഫിയ സ്പെക് ആക്കാനുള്ള പരിപാടി, ഫോർച്യൂണർ ആക്കിയ പോലെ ആണോ? അതെ. ഇതിന്റെ ഏതാ? എനിക്കൊരു ഫോർച്യൂണർ ആയിരുന്നു. ഞാനിപ്പം ഒരു എന്താ പറയാ, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേറൊരു വണ്ടി എടുക്കാം. ഇതിനകത്ത് വേറൊരു സാധനം കാണിച്ചു തരാം. തൈ സപ്പോർട്ട് ഗൈസ്. സെഡാനാന്ന് പറഞ്ഞാൽ തൈ സപ്പോർട്ടിനൊന്നും ഒരു കുറവില്ല. തൈ സപ്പോർട്ട് കാലൊക്കെ നല്ല ഫിറ്റായിട്ട് നല്ല കിടുവായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്, 1, 2, 3 കുപ്പി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പ്രാക്ടിക്കൽ സൈഡ്, റിലയബിലിറ്റി സൈഡ്, ഫീച്ചർ സൈഡ് എല്ലാം ടോപ്പ്. എല്ലാം കൊണ്ടും എല്ലാം ടോപ്പ്. ഒരു സാധാരണക്കാരന് അടിപൊളിയായിട്ട് പോവാം. അത് തന്നെ സാധാരണക്കാരന് ഒരു സെക്കൻഡ് ഇതുപോലത്തെ വണ്ടി സെക്കൻഡ് എടുത്തിട്ട് വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ, അതായത് ഒരു പ്രീമിയം വണ്ടി നിങ്ങൾ എടുക്കാൻ പോയി, ഇപ്പൊ BM പോലൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം അത് കിട്ടുന്നില്ല. എല്ലാം ഉണ്ട്. ആ ചിലപ്പോൾ പവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും. പവർ ഞാനൊരു കാര്യം പറയാം, പവറിൽ ഇത് നോക്കണ്ട. ഇതൊരു കംഫോർട്ട് സെഗ്മെന്റിലുള്ള ഫാമിലി യൂസിന് പറ്റുന്നു, പിന്നെ യാത്ര ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള ഒരു ഇതാണ്. പവറിൽ ഓടിക്കാൻ പിന്നെ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ BM-ലോട്ട് 3 സീരീസ് കൺവേർട്ട് ചെയ്യോ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ പോവാം. ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ. എന്താ അല്ലേ, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കത്തുന്നതാണെന്നല്ലേ? അതെ. ഡോർ തുറക്കുന്ന സമയത്ത് നൈറ്റ് ആകുമ്പോഴത്തേക്ക് ആംബിയൻ ലൈറ്റ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. കാലിന്റെ അവിടെയൊക്കെ ഉണ്ട്. ഓ ഗൈസ്, ആംബിയൻ ലൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടോ? എന്റെ ചെരുപ്പിലടിക്കുന്നുണ്ട് ആംബിയൻ ലൈറ്റ്. ഇപ്പോഴത്തെ മോഡലല്ല, പഴയ മോഡൽ ആംബിയൻ ലൈറ്റ്. പുറത്തിറക്കി ഇവിടെ നിന്ന് ഞാൻ ഉറങ്ങും. അയ്യോ ഗൈസ്, പറയാനാണെങ്കിൽ ഇതുപോലല്ല ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, കാണിക്കാനാണെങ്കിൽ ഈ വണ്ടിയിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് ഡിക്കി സ്പേസ് ഒരു സെഡാൻ ആവുമ്പോൾ പോരട്ടെ. തുറക്കട്ടെ. ആഹാ, എന്താ അല്ലേ, ഇതെന്തൊരു തള്ളലിവിടെ. അത് ബാറ്ററിയാണ് അതിന്റെ, ഹൈബ്രിഡിന്റെ. അതെ. ഓക്കെ. പിന്നെ സ്റ്റെപ്പിന് ഇവിടെയാണോ വരുന്നത്? സ്റ്റെപ്പിന് അതൊന്നും എടുത്തിട്ടൊന്നും ഇല്ല. സ്റ്റെപ്പിന് അതെ, അതേപോലെ തന്നെ ഇരിക്കുക. കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ വണ്ടറിനെ കിട്ടണം അല്ലേ? ലക്ക് അല്ലേ? അത് കറക്റ്റ് കൈകളിൽ കിട്ടി എന്നുള്ളതാണ്. ഇതിങ്ങനെ താത്തുമ്പോൾ ഇങ്ങനെ അടയ്ക്കാം. മാനുവലി അല്ലേ? എന്നാലും സെഡാൻ അല്ലേ, തുറക്കുമ്പോൾ തുറക്കണ്ടല്ലോ, അടയ്ക്കുമ്പോൾ മാത്രം നമ്മൾ കൈയിട്ട് തുറന്നാൽ മതി. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ വണ്ടി എടുക്കുമ്പോൾ വിളിക്കണം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ നമ്മൾ ചില്ല് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് ആണ് പരിചയപ്പെടുന്നത്. അതെ, മീൻ പിടിക്കാൻ വന്നു. അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് ഇതുപോലെ ചുമ്മാ വണ്ടി കണ്ടുകൊണ്ട് ഞാൻ ചുമ്മാ കയറി. അന്ന് ഈ ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ച് എൻ്റെ കിളി പോയി ഗൈസ്. അപ്പം ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് സ്റ്റോറി ഇട്ടു. ആ സ്റ്റോറിയും കണ്ട് 2 ലക്ഷം പേരും കണ്ടിട്ട് അതിലൊരു 10 to 15% ആൾക്കാരും ബ്രോ റിവ്യൂ എടുത്തോ. ലൈക്ക് ഏതാ വണ്ടി, കൂടുതൽ ആൾക്കാർക്കും വണ്ടി ഏതാണെന്ന് കത്തിയിട്ടില്ല, കാരണം ഇന്റീരിയർ മാത്രമേ കാണിച്ചുള്ളായിരുന്നു. ഈ ടൊയോട്ട ലോഗോ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ ഗസ് ചെയ്തു, അല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എടുത്തേക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയായിരുന്നു ഈ വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ്. പറഞ്ഞപ്പോൾ വീണ്ടും വേറൊരു ഞായറാഴ്ച നമ്മൾ കൂടി. ആൻഡ് ഇനിയും ബൈക്കിൻ്റെ റിവ്യൂ വരുന്നുണ്ട്, അത് ഞാൻ സെപ്പറേറ്റ് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും പറയണ്ട ഓഡിയൻസിനടുത്ത്? സന്തോഷം. ശരി ഗൈസ്, ബൈ.